ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ഒന്ന് സംസാരിച്ചിട്ട് വരാം ചന്ദ്രൻ. 2 മിനിറ്റ് തരണേ. ഗൈസ്, അപ്പോൾ ഞാൻ വൺസ് അഗെയിൻ ഞാൻ പറയാണ്, ഈ റിക്രൂട്ട്മെന്റ് ആക്ച്വലി 2 മാസം മുമ്പ് നമ്മൾ TV-യിൽ എടുക്കാൻ വെച്ചിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. നമ്മൾ ആ സമയത്ത് ഒരു ഗൺ പവർ വൈസ് ഒരു റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാൻ വെച്ചിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ആൻഡ് അത് അന്ന് കുറച്ച് കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയൊരു അതാണ്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു മെമ്പർ വേണം എന്നുള്ളൊരു ഇതിനകത്തില്ലായിരുന്നു. നമുക്ക് ഓൾറെഡി സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അത് കൺസിഡർ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇത്. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനും പെട്ടെന്ന് എടുത്തൊരു ഇതൊന്നും അല്ല. മനസ്സിലായോ? പെട്ടെന്ന് എടുത്തൊരു ഇതൊന്നും അല്ല. റെഡി അല്ലേടാ? സ്നൈപ്പർ കേൾക്കുന്നില്ലേടാ? സൗണ്ട് കേൾക്കുന്നില്ലേ? റെഡിയാണോ? ഓക്കെ ആണോ? എടാ, അവൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹലോ, റേഡിയോ ബഗ്ഗാണോ? ഇല്ല, ഒന്നും പറയുന്നില്ല. ആണോ സ്നൈപ്പേ? ഞാൻ പറയുന്ന കേക്കാവോ? ആ, കേക്കാം കേക്കാം. മാഡി റെഡിയാണോ? നീ അവൻ്റെ കൂടെ ഉണ്ടോ? ആ, ഓക്കെ ഓക്കെ. ഗൈസ്, റേഡിയോയിൽ ഞാൻ പറയണ കേക്കാവോ? നിങ്ങൾക്ക് പറയണ കേക്കാവോ? എടാ, റേഡിയോയിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കേക്കാവോ? ചന്ദ്രൻ കേക്കാവോടാ? ആ, ഓക്കെ. സോ ഗൈസ്, അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് നമ്മളൊരു കുറച്ച് നാൾക്ക് മുമ്പ് കൺസിഡർ ചെയ്ത് വെച്ചിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ആൻഡ് അത് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്ലേയേഴ്സിന് അങ്ങനെ ആവശ്യം വരേണ്ടതായിട്ട് വന്നില്ല. കാരണം എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു സിറ്റിയിൽ. നമുക്ക് പ്ലേയേഴ്സ് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. സോ ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തായാലും മുമ്പോട്ട് കാര്യങ്ങൾക്കൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ്. ആൻഡ് ഇനി ഒരു 3 more റിക്രൂട്ട്മെന്റ്സ് വരുന്ന ദിവസങ്ങളിലുണ്ടാവും. ഇന്ന് നമുക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ റേഡിയോ ബഗ്ഗാണെന്ന് അറിയാം. നിങ്ങൾക്ക് ഇതിനകത്ത് റിപ്ലൈ പറയാൻ പറ്റത്തില്ലെന്ന് അറിയാം. റിപ്ലൈ പറയാൻ പറ്റുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് വർക്കാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ, ഓക്കെ ഓക്കെ. ആ, ഹലോ, ആരാ? അതാ ഇപ്പൊ സൗണ്ട് കേക്കാവോന്ന് ചോദിച്ചാരാടാ? സോ എനിക്ക് നമ്മുടെ നല്ല രീതിയിൽ ഗ്യാങ്ങിന് ഒരു നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ തരാൻ പറ്റുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഇപ്പം ഇങ്ങനെ ഒരു ടൈമിൽ ഞാൻ റിക്രൂട്ട്മെന്റ് എടുക്കാനുള്ള മെയിൻ ഒരു കാരണം അതൊക്കെ തന്നെയാണ്. നമുക്ക് ഗ്യാങ്ങിന് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടാണ്. സോ ഐ എം വെൽക്കമിങ് KVA Appapan to TVA as TVA Appapan. Welcome to TVA bro. TVA Appapa. Saipe konduva. Appapa. കേക്കാവോ? ഹലോ Appapa. ഓ, സുഖാണോ? സുഖല്ലേ? സുഖം സുഖം സുഖം. വയസ്സോ? എന്തായാലും നിന്നെക്കാട്ടിലും കുറവാ. നമ്മള് ഏജ് നോക്കണം. നമ്മള് ഏത് നോക്കുവാണെങ്കിൽ നിനക്കൊക്കെ എക്സ്പീരിയൻസ് പ്രായം വെച്ച് നോക്കുമ്പോ അപ്പ നമ്മളെക്കാളൊക്കെ മൂത്തതാണെങ്കിലും മൂത്ത കഴിഞ്ഞാൽ വീര്യം കൂടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സിറ്റിയിൽ PL ഉണ്ടോ? അപ്പാ PL ഉണ്ടോ? ഹലോ, ആ PL ഉണ്ട് കേട്ടാ. പെർഫോമൻസ് വ്യൂ ലോഞ്ച് കേക്കാം. പക്ഷെ സൗണ്ട് ഇച്ചിരി ഇട്ടിട്ടാ പോണേ. എനിക്ക് അപ്പാപ്പന്റെ ഇഷ്യൂ ആയിരിക്കണത്. അല്ലല്ല, പിങ് ഉണ്ടറാ. എല്ലാവർക്കും പിങ് ഉണ്ടറാ. ആണോ? എല്ലാവർക്കും പിങ് ഉണ്ട്. ഇപ്പൊ ശരി സംസാരിച്ച ഇല്ല പാപ്പ, ഇത് കട്ടായി പോണം.
അണ്ണന്റെ സൗണ്ട് അങ്ങനെ വിട്ടിട്ട് പോകുന്നില്ല. പക്ഷെ എന്റെ സൗണ്ട് വിട്ടു പോകുന്നുണ്ടോ? നിന്റെ സൗണ്ട് ഓക്കെയാണ് എനിക്ക്. ഇല്ലല്ല, അതാണ് അണ്ണന്റെ സൗണ്ട് എനിക്ക് ഓക്കെ. ആ കേക്കാം. എടാ റേഡിയോയിലുള്ള എല്ലാവർക്കും കേക്കാവോടാ? ആ അപ്പൊ ഇത് ദേ ഇതെന്താ പുതിയ സർവീസ് ആണ്? ഒരാളെ കൊന്നിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ റിവൈവ് ചെയ്ത് കൊടുക്കും. വണ്ടി അടിയിലാണുണ്ടോ? വണ്ടി മാറ്റാ സോറി, പിന്നെ പറ വണ്ടി അടിയിലാണുണ്ടോ മാറ്റാ. ഇവിടെ ഒരു ബോഡി കിടപ്പുള്ളതായിട്ട് എനിക്കൊന്നും കാണുന്നില്ല. ഇല്ല ബോഡിയില്ല ചത്രല്ല. സെറ്റാണോ? കേക്കാവോ? എനിക്ക് കേൾക്കാവോ? ആ കേക്കാം. രണ്ട് ഡയലോഗ് അടിച്ചായിരുന്നു, പക്ഷെ മിസ്സായിട്ട്. അപ്പുറത്ത് വിട വാ അങ്ങോട്ട് വാ. വണ്ടി വരുന്നു വാസവന്റെ വണ്ടി വരുന്നു. ഇല്ല സീല അപ്പൊ വാ സാധാരണ അങ്ങനെ ആണല്ലോ. ചോര കണ്ടല്ലേ തുടങ്ങട്ടെ. വാർച്ചാറ്റ് വന്നിട്ട് താ വരുന്നേ. വെൽക്കം ടു ടിവിഎ. എനിക്ക് വെനസ്ഡേയാണ് ഇന്ന്. നല്ല ഇരണം. വെൽക്കം ടു ടിവിഎ. പോട്ടെ നീ പോട്ടെ. കൊറേ വട്ടം തല്ലാനും പിടിക്കാനും ഒക്കെ ഇതിനകത്തോട്ട് ഓടി കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മുക്കും മൂലം കാണപ്പെടാ. അല്ലാതെയും കേറിയിട്ടുണ്ടെന്ന് അറിയാം. സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കേറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും വെൽക്കം ടു ടിവിഎ. അകത്തോട്ട് വരണം. വാടാ അകത്തോട്ട് എല്ലാവരും ഗ്യാങ്ങൊക്കെ ഓർമ്മയുണ്ടോ ചോദിക്കാ. അതെ സത്യം. സത്യം അപ്പാപ്പന്റെ അടുത്ത് പറയണം. ആർവിൻ മൾട്ടി യൂണിവേഴ്സ് ഒന്ന് പറ. എനിക്ക് ഇനി അപ്പാപ്പന്റെ അടുത്ത് ഒരു സത്യം പറയണം. എന്താണ് പിന്നെ? പണ്ട് KVL വച്ചിരുന്ന 7000 മീൻ അടിച്ചോണ്ടോ ഞാനാ. അതെ ഞാനാണത്. അവരിപ്പോഴും അതിനായിട്ട് തെരഞ്ഞെടുക്കണം. മനസ്സിലായോ? രണ്ടുപേരെ വലിയ കഥയാണത്. അത് വലിയൊരു കഥയാണത്. അറിയാമോ വാസുണ്ടത്? ഇല്ല വാസുണ്ട. ഞാനാണെങ്കി ഇവര് മീൻ പിടിക്കുന്ന സ്ഥലത്തോട് പോവാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. അവിടെ കാറ് വഴിയേ വരാൻ പറ്റൂ. അപ്പൊ ഞാനാണെങ്കി ഒരു മലയെന്ന് പൊത്തെടുത്ത് ചാടി വന്ന് വെള്ളത്തിൽ വീണു. പറന്ന് വന്ന് വെള്ളത്തിൽ വീണു. നീന്തി കയറിയപ്പോ ഇവരെ വണ്ടിയും സാധനവും ഇരിക്കണം. ഞാൻ എടുത്ത് പോക്കറ്റ് വെച്ച് തിരിച്ചതൊരു ചാടി പെങ്ങ് പോയി. എന്നിട്ട് ഇവര് അവിടെ മുഴുവൻ തപ്പണം. അവിടെ വണ്ടിയിൽ വന്നാൽ കാണാൻ പറ്റും. വണ്ടിയിലല്ല വന്നത്, പറന്ന് പറന്ന് വന്ന സാധനം എടുത്തോണ്ട് തിരിച്ചു വരും. ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷെ എന്നാലും ചന്ദ്ര ഒരു ഈശ്വര പ്രാർത്ഥന. അപ്പാപ്പന് വേണ്ടി ഒരു പ്രത്യേക ഈശ്വര പ്രാർത്ഥന. ചന്ദ്ര ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ തന്നെ വേണോ വാസവന്റെ? പിന്നെ ചന്ദ്രൻ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തോടെ ചെയ്യണ ഒരാളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഗ്യാങ്ങിലോട്ടാണ് അപ്പാപ്പ ഇപ്പൊ എത്തിയത്. നൈസ്. സകലകോടി ദൈവങ്ങളായ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ദൈവമേ ഇവിടെയുള്ള എല്ലാവരെയും കാത്തോളണേ. ഇന്ന് തൊട്ട് നമ്മുടെ അടച്ചു കിടക്കുന്ന നമ്മുടെ മുറി തിരി തെളിയിക്കാനും എല്ലാരെയും വലത് കാല് പിടിച്ച് കയറ്റാനും നമ്മുടെ കുടുംബത്തിലൊരു അംഗമായും കുടുംബിനിയായും ഒരാൾ വന്നിട്ടുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കയറുവാണ്. എന്നാലും എത്ര വയസ്സുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അയ്യോ ഓൾഡ് ഏജ് കൂടിയാണ്. അപ്പാപ്പൻ വന്ന കൂട്ടത്തില് ഇവിടെ രക്ഷപ്പെട്ട ആശ്വാസമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ മെന്നിയാണ്.
കാരണം കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആളെന്ന് പറഞ്ഞു പ്രായ ആളെന്നുള്ള പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരുന്നത് മെന്നിയാണ്. ഇനിയിപ്പൊ അപ്പാപ്പ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ അണ്ണ ഇതിന്റെ ഒരു വോൾട്ടേജ് ഹോം കൂടിയാണ്. ഇനി സത്യം ഇതൊരു ഓൾഡേജ് ഹോമായപ്പോ മെന്നി സ്പ്രേ അപ്പാപ്പൻ സ്പ്രേ ഇത് മറ്റേ ജോക്കി ആ കേക്കണുണ്ടാവും ജോക്കി. വാടാ വാ 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 വാ. പറ അപ്പാപ്പ. ഓ ഞാൻ തലെന്തല്ലി വീണു. അപ്പാപ്പനെ ഗ്യാങ് ഹൗസ് എടാ ഇതിനകത്ത് ഈ മുടി ആരുടെ? മാഡിയുടെ ആണോ സാവേജിന്റെ ആണോ? ഈ ചുരുണ്ട മുടി അത് കിണ്ടി ഇത് സാവേജ്. നിങ്ങൾ രണ്ടും എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകണം എപ്പോഴും. ആ ഇവനെ മന്ദാർച്ച സ്നൈപ്പിനെയൊക്കെ പിന്നെ കണ്ട അറിയാം. സ്നൈപ്പിന് പിന്നെ അല്ലാതെ സ്നൈപ്പിന് ഈയിടയ്ക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ മുഖത്തിന്. നേരത്തെ മുഖമല്ല. പിന്നെ എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഒരു മാറ്റം? ഇവന്റെ മുടി തന്നെ ധാരാളം ഇവനെ കണ്ടുപിടിക്കാൻ. പിന്നെ അവൻ വാ തുറന്നാ മതിയല്ലോ. കെവിൻ എന്ത് ചെയ്യാ? അവൻ എന്ത് ചെയ്യ? എടാ കെവിൻ പോയോ? നിനക്ക് ലോഡ് ആവത്തില്ല. നിനക്ക് അനിയൻ മൗസ് പിടിച്ചിരിക്കുമ്പോ എങ്ങനെയാണ് ലോഡ് ആവുന്നത്? ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ഓഫ് 2025. അപ്പൊ ഗൈസ് അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എടാ ഞാൻ റേഡിയോ പറഞ്ഞ കേൾക്കാലോ നിങ്ങൾക്കല്ലോ? ഹലോ. അപ്പൊ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അപ്പാപ്പൻ ആക്ച്വലി ഒരു എന്താ പറയാ നമ്മുടെ ഒക്കെ കേൾക്കാൻ മൂത്തൊരാളും പ്രായത്തിന് മൂത്തൊരാളും ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും അപ്പാപ്പന് കൊടുക്കണം. കാരണം നിങ്ങൾ ചാടിക്കേറി എനിക്ക് മെയിൻ പേടി ഇവനെയൊക്കെയാണ്. നമ്മുടെ ഈ തൃശ്ശൂർ ഗഡിയൊക്കെ അവനൊക്കെ ചാടിക്കേറി ഗഡി എന്നൊക്കെ പറഞ്ഞ് തോളത്ത് കൈയൊക്കെ ഇടാൻ വരും. അപ്പൊ അവനെയൊക്കെ ഒന്ന് നോക്കിക്കോണം. അപ്പൊ ഒരു റെസ്പെക്ട് ഒക്കെ കൊടുത്ത് സംസാരിക്കുക എല്ലാരും സംസാരിക്കുന്ന സമയത്ത്. സോ അപ്പാപ്പന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയോ. പറയണ്ട. വെളിയിലോട്ട് വരുന്നുണ്ടോ? ആ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നേ ഉള്ളൂ. എന്നാലും വെളിയിലോട്ട് വരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വാസുവിനെ അപ്പം വിളിച്ചതിലും നന്ദി. രണ്ടാമത് എന്താണ് വാസുമോൻ എന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാനപ്പോ വാസുമോൻ ഒരു വാക്കും തന്നിട്ടുണ്ട്. അപ്പം അത് ഉടനെ തന്നെ നമുക്ക് നടത്തിക്കണം. അതെ പുള്ളി സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? കുറച്ച് ഫ്രണ്ടിലോട്ട് എന്നാലേ കേൾക്കത്തുള്ളൂ. ഫ്രണ്ടിലോട്ട് നിൽക്കേ. അപ്പാപ്പ എന്തെങ്കിലും പറ. അപ്പാപ്പ എത്ര നേരം ഇരിക്കണം കേൾക്കാൻ? അപ്പാപ്പന്റെ വോയിസ് ബ്രേക്ക് ആണ്. വോയിസ് ബ്രേക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സിറ്റിയിലെ പിങ് ഭയങ്കര കൂടുതലാണ്. 189 ഒക്കെ ആണ് പിങ്. PLO 7 ആയി. ഹലോ 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 റേഡിയോയിലോ അപ്പൊ 81 റേഡിയോയില് ഇപ്പൊ വോയിസ് ക്ലിയർ ആയോ? എനിക്കൊന്ന് എന്റെ വലക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എനിക്ക് മൊത്തം ലോഡിങ്ങാ. അതിന്റെ പ്രശ്നമായിരിക്കും. ആണല്ലേ? വലക്ക് പ്രശ്നമുണ്ടല്ലേ? ഓക്കെ ഓക്കെ. പറഞ്ഞു വാസുവനെ. അല്ല അപ്പാപ്പൻ പറഞ്ഞു നമ്മളിങ്ങനെ വരുന്ന സമയത്ത് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഇതുണ്ടാ എപ്പോഴും ചെയ്യിക്കണതാ. അപ്പൊ അപ്പാപ്പന്റെ സൈഡ് പറഞ്ഞോ. എന്റെ സൈഡ് പറയുവാണെങ്കിൽ ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പിലോട്ട് സഞ്ചരിക്കേണ്ടി വരും. സഞ്ചരിച്ച അപ്പാപ്പൻ ഇനഫ് ടൈം ഉണ്ട്. ആണല്ലേ? അങ്ങനെ സഞ്ചരിക്കുവാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ ചന്ദ്രബോസ് പന്തല് ചന്ദ്രനായിരുന്നു.
ഹായ് നമസ്കാരം. വേസ്റ്റ് ഡിസിഷൻ എവർ. അതൊക്കെ ബ്രോക്ക് മാറും. അതേപോലെ ഓ വീണ്ടും പോയേട്ടാ, വീണ്ടും പോയേ.